അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ കണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ഇടുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലായിട്ട് ഞങ്ങൾ നാടും വീടൊക്കെ വിട്ട് പോകാൻ പോവാണ്. അപ്പോൾ നമ്മൾ ലോറി പോവാണ് കേട്ടോ ഷെമിൻ്റെ ഒപ്പം. അപ്പോൾ ഹൈദരാബാദ് പോകുന്നുണ്ട്. അപ്പോൾ ഞാനും ഐസമൊക്കെ ഷെമിൻ്റെ ഒപ്പം പോവാണ് കേട്ടോ. ആദ്യമായിട്ടാണ് നമ്മൾ ഇത്ര ദൂരം പോകാൻ പോണതും. എന്താ ലോറിയിൽ ഞാൻ മുന്നേ ഒരു ദിവസം പോയി ഞാൻ വീഡിയോ ഇട്ടീനി. പക്ഷേ നമ്മൾ ഇത്ര ദൂരം പോണതൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ബാഗൊക്കെ പാക്ക് ചെയ്ത് 2 മണിക്ക് ഇറങ്ങണം പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ മാറ്റലും പാക്കിങ്ങൊക്കെ കഴിഞ്ഞ് പിന്നെ ലോറിക്കായതുകൊണ്ട് പിന്നെ പുതിയ ഡ്രസ്സൊന്നും ഇട്ട് ഒരുങ്ങണോ മാറ്റണമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇട്ടത്. പിന്നെ നല്ലത് നമ്മളൊന്ന് കയ്യിൽ പിടിച്ചിന് അഥവാ പറ്റുകയാണെങ്കിൽ അവിടെയൊക്കെ ഒന്ന് കറങ്ങി കാണും ചെയ്യാമല്ലോ എന്നൊക്കെ കരുതിക്കാണ്ട് അങ്ങനെ നമ്മൾ ചോറൊക്കെ തിന്ന് ബാഗൊക്കെ പാക്ക് ചെയ്ത് സെറ്റായി ഇങ്ങനെ നിൽക്കാം കേട്ടോ. ഷെമി ഇപ്പം എങ്ങോട്ടോ ഒന്ന് പോയി. ഷെമി വരട്ടെ, ഷെമി വരാൻ വേണ്ടിയിട്ട് കാത്തിക്കാട്ടോ. അപ്പോൾ ഞങ്ങൾ പോണതും എന്ത് വിശേഷങ്ങളും ഇതൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഐസൻ്റെ കുഞ്ഞു ബാഗൊക്കെ എടുത്തു കേട്ടോ. അത് എങ്ങോട്ട് പോവുകയാണെങ്കിൽ അതെടുക്കും. അതിലൊരു കൂട്ടം ഡ്രസ്സും സാധനമൊക്കെ ഉണ്ട്. നമ്മൾ ബാഗ് ഇതാക്കണം. ബാഗൊക്കെ റെഡിയാക്കി. ഒരു ബാഗും കൂടി ഉണ്ട് കേട്ടോ. ഓൻ്റെ കൂടി ഉണ്ട്. ഓൻ്റെത് പുറത്താട്ടോ. ലോഡ് കയറ്റാൻ വേണ്ടിയിട്ട് പോയിന് കേട്ടോ. പോയിട്ട് ഇപ്പോൾ മിഞ്ഞാന്നിട്ടാണ് പോയത്. ലോഡ് കയറ്റുകയാണ്. അപ്പോൾ അതിൻ്റെ ഡ്രസ്സും കൂടി കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ പോണത്. ഞങ്ങളിപ്പോൾ എങ്ങനെ പോകണമെന്നൊന്നും തീരുമാനിച്ചില്ല. ചിലപ്പോൾ ബസ് കയറിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും ഇപ്പോൾ വണ്ടിയിലോ എങ്ങനെ തീരുമാനിച്ചില്ല. അപ്പം ഞങ്ങൾ പോകാൻ നിൽക്കുക കേട്ടോ. അപ്പോൾ സാധനങ്ങളൊക്കെ സെറ്റാണ്. അപ്പം ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ വയ്യേ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോകാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളാക്കി തന്ന ആൾ തന്നെയാണ് കേട്ടോ പ്രാവശ്യം നമ്മളാക്കി തരുന്നത്. അപ്പം ഓനെ വിളിച്ചിട്ടോ ഷെമി. അപ്പോൾ ഓനാക്കി തരാമെന്ന് പറഞ്ഞ് ആദ്യം ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ടായിരുന്നു ബസ് കയറി പോകാമെന്നൊക്കെ ആയിട്ടൊക്കെ ആയിരുന്നു. പിന്നെ കുറേ സാധനവും ഇല്ലേ, അപ്പോൾ ഒക്കെ കൂടി അങ്ങനെ പോകാനും കഴിയൂല. അപ്പോൾ വണ്ടീൻ്റെ അടുത്തേക്ക് ആക്കി തരാമെന്ന് പറഞ്ഞിട്ടോ. പിന്നെ ഇങ്ങോട്ട് പോരുമ്പോൾ ചടച്ച് പോരണ്ടേന്ന് വിചാരിച്ചിട്ടോ ഓൻ്റെ ഒരു ചങ്ങായിനും കൂടി കൂട്ടിയിരിക്കണം കേട്ടോ. പാറേന്ന് പിന്നെ ഓനും കൂടിയും കൂട്ടി അങ്ങനെ നേരെ ഞങ്ങൾ പോരുകയാണ്. അപ്പോൾ വണ്ടി കിടക്കുന്നത് ഇടക്കരയാണ് കേട്ടോ. അപ്പോൾ അവിടെ വരെ പോരണം. അങ്ങനെ ഒരു നീണ്ട യാത്ര കഴിഞ്ഞിട്ടോ. പിന്നെ നമ്മൾ നിലമ്പൂരെത്തിയപ്പോൾ ഇങ്ങനെ ഇവിടെ ഭയങ്കര രസമാണല്ലോ അല്ലേ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ അങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. അങ്ങനെ നമ്മളങ്ങനെ പോരുന്ന വൈകുമ്പോൾ പിന്നെ ഐസമോക്ക് ഉറക്കം വരലൊക്കെ തുടങ്ങി കേട്ടോ. കാറിൽ ഇങ്ങനെ ഓള് ഇപ്പം അംഗനവാടിയിൽ നിന്ന് ഉച്ചക്ക് ഉറങ്ങണതും അല്ലേ. അപ്പോൾ ഉച്ചയായപ്പോൾ ഇങ്ങനെ ഉറക്കം വരിക. അങ്ങനെ പിന്നെ വണ്ടിയിലത്തെ കാറ്റ് വേസിയൊക്കെ തട്ടിയപ്പോൾ ഓള് ഉറങ്ങി കേട്ടോ. പിന്നെ ഓള് ഉറങ്ങി നീച്ചപ്പോൾ നമ്മൾ പിന്നെ ഒരു ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചാണ്ട് അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാട്ടോ. അപ്പോൾ എവിടെയും പിന്നെ നിർത്തിയിട്ടും ഇറങ്ങിയിട്ടോ ഒന്നുമില്ല കേട്ടോ. നേരെ പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ കയറിയ സ്ഥലം നല്ല അടിപൊളി സ്ഥലം കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്തതാണ്. അതിൻ്റെ അടുത്തതൊക്കെ ഉണ്ടല്ലേ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ലൈറ്റും ഇതും ചെടിയും ഒക്കെ കൂടിയായിട്ട് നല്ലൊരു അടിപൊളി സ്ഥലം. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ ഓർഡർ ചെയ്തു. അമ്മക്ക് എനിക്ക് പിന്നെ ചായ കിട്ടണം കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ ചായയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് പിന്നെ നേരെ പോകുന്നത് നമ്മൾ വണ്ടീൻ്റെ അടുത്ത് എത്തി. വണ്ടി ഇതാ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്ന് കയറ്റണതും ഇതൊക്കെ നോക്കി നിന്നിട്ടോ നമ്മൾ. പിന്നെ ഞാനും ഐശമ്യം കൂടി അവിടെ ഒരു സ്റ്റൂളും കസാലയിൽ പോയിരുന്നു കേട്ടോ. നമ്മളെ നാട്ടിലത്തെ കോഴിക്കോടുള്ള ഒരു കാക്ക ഉണ്ടായി. ആ കാക്കാരനെ നമ്മൾ ഫാമിലി കൊണ്ടുവരുമ്പോൾ വല്ലതാണല്ലോ അവർക്കൊക്കെ. അപ്പോൾ ഫാമിലി ഉള്ളതിനോട് മോളെ അവിടെ പോയി ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഇരിക്കില്ല അവിടെ നിന്നോളാന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ കാക്ക നല്ല സ്വഭാവമുള്ളൊരു കാക്ക കേട്ടോ. ഇരുന്നോന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുത്തി. പിന്നെ ഞങ്ങൾ അതിൻ്റെ അടുത്തൊരു പുഴയാണല്ലോ. പക്ഷെ വെള്ളം കുറവായതുകൊണ്ട് ഒരു സൈഡിൽ കൂടെ മാത്രമേ വെള്ളം പോകണുള്ളൂ. അപ്പോൾ അവിടെ പോയൊക്കെ കണ്ടു. പിന്നെ വെള്ളമൊക്കെ കണ്ടപ്പോൾ ഷെമി പോയിക്കാണ്ട് വണ്ടിയിലുള്ള ചട്ടിയും പാത്രവും ഒക്കെ എടുത്ത് വന്നിട്ടോ. പിന്നെ ഫുള്ള് കേൾക്കലും പിടിക്കലൊക്കെയാണ് പണി കേട്ടോ. ഐശമ്മു ഇതാ വെള്ളം കണ്ടാൽ മതി ഓക്ക് പിന്നെ ഉഷാറാണല്ലോ. അപ്പോൾ ഓള് വെള്ളത്ത് കളിയൊക്കെ തുടങ്ങിട്ടോ. അങ്ങനെ പിന്നെ വെള്ളത്ത് കളിച്ചൊക്കെ വന്നാലേ ഡ്രസ്സൊക്കെ മാറി ഇങ്ങനെ നിൽക്കുമ്പോൾ ഷെമി നമുക്ക് കുറച്ച് സാധനമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോവാറുണ്ട് കേട്ടോ. ഐസമോക്ക് ഇതാ പുറത്തിറങ്ങിയ സന്തോഷമാണ് കേട്ടോ. കയ്യുമ്പലൊന്നും പിടിച്ചിട്ട് നിൽക്കണില്ല, പായാണ് കേട്ടോ. പിന്നെ വണ്ടി ഇങ്ങനെ പോവുമല്ലേ. അപ്പോൾ ഷെമി ഇതാ മുറുക്കി പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഓളൊറ്റ പാച്ചിൽ കേട്ടോ. ഇങ്ങനെ മുന്നേക്ക് പായ. അപ്പോൾ ഷെമി ഇങ്ങനെ പിടിച്ച് നിന്നതാണ്. ഫസ്റ്റ് നമ്മൾ പോയത് ഫോട്ടോ സ്റ്റാറ്റൊക്കെ എടുക്കാണ്ടായിട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ അതെടുത്താൽ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നേരെ പോയത് സാധനമൊക്കെ വാങ്ങാനാട്ടോ. ഒരു സൂപ്പർ മാർക്കറ്റ് കയറി. എന്നാൽ പിന്നെ ഒക്കെ അവിടെ നിന്ന് തന്നെ കിട്ടുമല്ലോ വിചാരിച്ചിട്ട് പിന്നെ അങ്ങനത്തെ ഒരു കടയിൽ കയറി അവിടെ നിന്ന് സാധനമൊക്കെ വാങ്ങി വന്നപ്പോൾ വണ്ടി ലോഡായിട്ടോ. പിന്നെ ഇതാക്കണ ഒരു ഷീറ്റൊക്കെ കെട്ടി ജോമോനും ഷെമിയും പിന്നെ ഒരു കാക്ക കൂടിയെടുത്തിട്ടോ. പിന്നെ ഒരു ഷീറ്റൊക്കെ കെട്ടി ഞാനും ഐസമോളും ഉള്ളിൽ ഉത്തർന്നു കേട്ടോ. വണ്ടീൻ്റെ ഉള്ളിൽ ഉത്തർന്ന പോലെ പുറത്ത് ഷീറ്റൊക്കെ കെട്ടാട്ടോ. പിന്നെ ഓല് നേരെ പോയി കുളിക്കാൻ കേട്ടോ. അവിടെ അടുത്ത് തന്നെ ഒരു പുഴ ഉണ്ടല്ലോ, ഞാൻ കാണിച്ചു തന്നില്ല. അതിൽ പോയിട്ട് പിന്നെ ഓല് കുളിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ നേരെ പോരുകയാണ് കേട്ടോ. ഫസ്റ്റ് പോണത് വെയിറ്റ് നോക്കാൻ. വണ്ടിയിൽ ലോഡായി കഴിഞ്ഞാൽ പിന്നെ വെയിറ്റ് നോക്കണം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയപ്പോൾ ഞാൻ അതൊക്കെ വീഡിയോ ചെയ്തിന് കേട്ടോ. പിന്നെ അത് നോക്കി ഞങ്ങൾ നേരെ ഇറങ്ങി.
അത് വെയിറ്റൊക്കെ നോക്കി നമ്മൾ കുറച്ചിങ്ങോട്ട് ഓടിയിട്ടോ ചുരം കയറാൻ പോവാണ് കേട്ടോ. അപ്പോൾ ചുരം കയറുന്നതിൻ്റെ മുന്നേ നമ്മൾ ഫുഡ് എന്തെങ്കിലും വാങ്ങാമെന്ന് പറഞ്ഞാണ്ട് ഷെമിയും ജോമോനും കൂടി ഫുഡ് വാങ്ങാനും വേണ്ടിയിട്ട് പോയി കേട്ടോ. ഇവിടെ വണ്ടി ഇങ്ങനെ സൈഡാക്കിയതാണ്ടോ, അപ്പുറത്തൊക്കെ ഉണ്ട് കേട്ടോ കുറേ വണ്ടികൾ ഇങ്ങനെ സൈഡാക്കിയിട്ടാണ്. അപ്പോൾ ഓല് ഫുഡ് വാങ്ങാനും വേണ്ടിയിട്ട് പോയി. ഞാൻ അയച്ചമോൾ ഇതിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. ചുരം കയറി തുടങ്ങിയാൽ പിന്നെ ഫുഡൊന്നും കിട്ടൂലല്ലോ. അപ്പം പിന്നെ വാങ്ങിയാൽ പിന്നെ നമുക്ക് എപ്പോഴായാലും വണ്ടീൻ്റെ ഉള്ളിൽ നിന്ന് കഴിക്കാമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ വാങ്ങാൻ പോയതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് നമ്മൾ വിശേഷങ്ങൾ. ഫാനിൻ്റെ സൗണ്ടാട്ടോ ഞങ്ങൾ കേൾക്കുന്നത്. നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ. ഫാൻ ഞാൻ വോയിസ് ഓവർ കൊടുത്തപ്പോഴൊക്കെ ഉണ്ട് ആ സൗണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ യാത്ര തുടരുകയാണ്. അപ്പം ഇനി യാത്രൻ്റെ വേറെ നാളത്തെ വിശേഷങ്ങളും മറ്റന്നാളത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ഇടേണ്ടി എങ്ങനെ ഉണ്ട് എന്നൊക്കെ ഉള്ളത്. ഈ വീഡിയോ ചിലപ്പോൾ നാളെ ആയിരിക്കും കേട്ടോ പോസ്റ്റ് ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ പോണത് വ്യാഴാഴ്ചൻ്റെ അന്നാട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ചുരം കയറാൻ തുടങ്ങി കേട്ടോ. ആന ഉണ്ടാവും പറഞ്ഞ് ഞങ്ങൾ കുറേ നോക്കിയിരുന്നില്ല. ഞങ്ങൾ വരുന്നന്നൊന്നും ചുരം കയറണമെന്നൊന്നും ആന ഉണ്ടാവില്ല കേട്ടോ. എല്ലാ ദിവസവും ഉണ്ടാവും എന്നറിയും, പക്ഷെ നമ്മൾ കാണൂല കേട്ടോ. അങ്ങനെ ചുരമൊക്കെ കയറി മുകളിലെത്തിയാൽ പിന്നെ നമ്മൾ വണ്ടി സൈഡാക്കി കേട്ടോ. ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറേ ആനനെ നോക്കി പിന്നെ ഓളം ഉറങ്ങി കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വണ്ടി ഒരു ഭാഗത്ത് സൈഡാക്കി കണ്ട് ഫുഡൊക്കെ കഴിച്ച് പിന്നെ നേരെ പോയി കടന്നുറങ്ങി കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എങ്ങനെ ഉണ്ട് എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്തേണ്ടിട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും അടിക്കുക.